ഞാനൊരൊറ്റ കാര്യം മാത്രം പറയാം. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പല കാര്യങ്ങൾക്കും നമുക്ക് ശബ്ദം ഉയർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും ഒരുപാട് കാര്യങ്ങൾ ഉത്തരം കിട്ടാനും ഒക്കെ വേണ്ടി നമുക്ക് ശബ്ദം ഉയർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ആ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെച്യൂരിറ്റി വരുന്നത് എവിടെ സൈലൻ്റ് ആവണം എന്ന് തിരിച്ചറിയുന്നിടത്താണ്. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. ഈ പറയുന്ന മെച്യൂരിറ്റി താങ്കൾക്ക് എന്നാണ് കൈവന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം പലപ്പോഴും താങ്കളുടെ വീഡിയോസിനകത്ത് ഡബിൾ മീനിങ് യൂസ് ചെയ്തുകൊണ്ട് താങ്കളുടെ വീഡിയോ റീച്ച് ആക്കിയ ചരിത്രമുണ്ട്. ഇപ്പോഴും കിടപ്പുണ്ട് സാർ വീഡിയോസ് താങ്കളുടെ ഇൻസ്റ്റാഗ്രാം ഫീഡിൽ. അന്നൊന്നും ഈ പറയുന്ന മെച്യൂരിറ്റിയും കാര്യങ്ങളൊന്നും താങ്കൾക്ക് ഓർമ്മയില്ലായിരുന്നു. താങ്കളുടെ ഓഡിയൻസിനകത്ത് ഏറ്റവും അധികം ഉള്ളത് കുട്ടികളാണ്. കാരണം താങ്കൾ കൊടുക്കുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് കോമഡിയും എല്ലാം ഉള്ള ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ധാരാളം ഓഡിയൻസ് ആയിട്ട് താങ്കളുടെ ഇൻസ്റ്റാഗ്രാം ഫീഡിനകത്ത് വരാറുണ്ട്, താങ്കളുടെ വീഡിയോസ് കാണാറുണ്ട്, ലൈക്ക് ചെയ്യാറുണ്ട്, കമന്റ് ചെയ്യാറുണ്ട്. അവിടെ ഡബിൾ മീനിങ് കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയ റീച്ച് ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് താങ്കൾ. താങ്കൾ മെച്യൂരിറ്റിയെ കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കില്ല. ചോട്ടം അതാണ് ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു നാഷണൽ ഇഷ്യൂ ലെവലിലേക്ക് അത് ഉയരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കൊന്നും പ്രതികരിക്കാനോ ഞാൻ ഇന്നേവരെ അങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും നിന്നില്ല. ഞാൻ ഈ സൈസ് എടുക്കുന്നതല്ല. ഇതാണ് ബ്രോ റിയാക്ഷൻ. അതായത് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഒരു വീഡിയോ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് കുറിപ്പിന്റെ രൂപത്തിലോ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു റിയാക്ഷൻ ആണ്. അതിനെക്കുറിച്ച് താങ്കൾക്ക് ഇത്രയും നാളായിട്ട് അറിയില്ലായിരുന്നു. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അഖിൽ NRDയുടെ ആ ഒരു ഇഷ്യൂ, ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ വീഡിയോസ് ഒന്നും ചെയ്തില്ല. പക്ഷേ മറ്റ് പല റിയാക്ഷൻ ബ്ലോഗേഴ്സും ഇതിനെക്കുറിച്ച് ഡെയിലി വേസ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാര്യത്തിനോട് എനിക്കും അത്രയൊന്നും യോജിപ്പില്ല. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ 1-2 വീഡിയോസിൽ ഒതുക്കുക. അതിൽ കൂടുതൽ നമ്മൾ ഈ ഒരു വിഷയം എടുത്തു വെച്ച് ടോപ്പിക് ആക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പലപ്പോഴും ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ എടുക്കാറില്ലാത്ത ഒരു വ്യക്തിയാണ്. പക്ഷേ അഖിൽ NRD എന്ന് പറയുന്ന വ്യക്തിയുടെ ഈ ഒരു സബ്ജക്റ്റ് എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അതിനകത്ത് ആ ചെറുപ്പക്കാരനൊപ്പം നിൽക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ 2 വീഡിയോസ് ചെയ്തത്. അതായത് ആ മേഘ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഈ ഒരു അഖിലിന്റെ കൂട്ടത്തിൽ ഒന്നിച്ച് ജീവിക്കുന്നതിന് താല്പര്യമില്ലെങ്കിൽ, അവരിഷ്ടപ്പെട്ട പുരുഷന്റെ കൂട്ടത്തിലാണ് ജീവിക്കാൻ താല്പര്യമുള്ളതെങ്കിൽ അവരാദ്യം ചെയ്യേണ്ടത് ലീഗലി ഡിവോഴ്സ് വാങ്ങി പോവുകയാണ്. അതിനു പകരം ആ ഒരു ചെറുപ്പക്കാരനെ ഈ സമൂഹത്തിന് മുന്നിൽ ഒരു കോമാളിയാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഒരു രാത്രി ഇറങ്ങിപ്പോയതിനാണ് ഞങ്ങൾ എല്ലാവരും വിമർശിച്ചിരിക്കുന്നത്. സോ ഇപ്പൊ ഈ ഒരു വിഷയത്തിനകത്ത് നമ്മുടെ സോഷ്യൽ മീഡിയ 2 തട്ടിലാണ്. അതായത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ ഒരു ഭാഗത്തും, അതുകൂടാതെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ വിമർശിച്ചുകൊണ്ട് ധാരാളം ആളുകൾ മറുഭാഗത്തും നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ 2 കൂട്ടരും ചെയ്യുന്നത് ഒരേ ഒരു കാര്യം തന്നെയാണ്. അതായത് ഈ അഖിൽ NRD എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു ട്രാജഡിയെ 2 കൂട്ടരും വിറ്റ് തിന്നുക തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കൂട്ടർ പറയുന്നു ആ പെൺകുട്ടി ചെയ്തത് തെറ്റാണ്, അവനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നു. മറുകൂട്ടർ പറയുന്നു ഈ ഒരു സബ്ജക്റ്റ് കോണ്ടന്റ് ആക്കേണ്ട ആവശ്യമില്ല, അത് ആ ഒരു കുടുംബത്തിന്റെ പ്രൈവസിയെ ബാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. സത്യം പറഞ്ഞാൽ 2 കൂട്ടരും ചെയ്യുന്നത് ഒരേ ഒരു കാര്യം തന്നെയാണ്, ഈ ഒരു കണ്ടന്റിനെ വിറ്റ് ക്യാഷ് ആക്കുക. അതല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ല. ഈ അഖിൽ NRDയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങളെല്ലാം വിമർശിക്കുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ നമ്മുടെ ഫേസ്ബുക്കിലേക്കും കൂടി ഇത് കയറണം. അവിടെ ഈ ചെറുപ്പക്കാരന്റെ പേരിൽ ആദരാഞ്ജലി പോസ്റ്റുകൾ വരെ അടിച്ചിട്ടുണ്ട് പലവന്മാരും. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ആരും ഒന്നും സംസാരിച്ചു കണ്ടില്ലല്ലോ. ഭാര്യ ഒരു ബസ് കണ്ടക്ടറുടെ കൂടെ ഒളിച്ചോടിയ മനോവിഷമത്തിൽ ജീവനൊടുക്കി പ്രശസ്ത യൂട്യൂബർ അഖിൽ NRD 30 വയസ്സ്. ഈ ഒരു പോസ്റ്റ് നിങ്ങൾ ആരും കണ്ടില്ലായിരുന്നോ? ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ആരും പ്രതികരിച്ചു കണ്ടില്ലല്ലോ. അതുകൂടാതെ മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നതാണ്, അഖിലിന്റെ ഭാര്യ മേഘ എല്ലാം മറന്ന് ഇനി തിരിച്ചു വന്നാൽ കേരളത്തിലെ ജനങ്ങൾ പഴയതുപോലെ അവരെ സ്വീകരിക്കുമോ? പബ്ലിക് ഒപ്പീനിയൻ, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഈ സാധനമൊക്കെയാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ റീച്ച് ആവുന്നത്. അതായത് ഇതിന്റെ എല്ലാം താഴെ ചെന്ന് ഓരോരുത്തർ കമന്റ് ഇടും. ആ കമന്റ് കൃത്യമായിട്ട് ഈ ഒരു പോസ്റ്റ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്ന സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. അതുകൂടാതെ ഒരു ഇംഗ്ലീഷിൽ വന്നിരിക്കുന്ന പോസ്റ്ററാണ്. ഇതെനിക്ക് തോന്നുന്ന ഒരു ഈ ഭാരത് എന്റർടൈൻമെന്റോ അങ്ങനെയാണ് പറയുന്ന ഒരു ന്യൂസ് ചാനലിനകത്ത് വന്നിരിക്കുന്ന സാധനമാണ്. ഇതൊന്നും പോരാത്തതിന് നമ്മുടെ ന്യൂസ് 18 ഉൾപ്പെടെയുള്ള പ്രമുഖ വാർത്താ മാധ്യമങ്ങൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് വാർത്തകൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ ആരും കണ്ടില്ലായിരുന്നോ? അവരൊന്നും നിങ്ങൾക്ക് വിമർശിക്കാനില്ലായിരുന്നോ? ഇപ്പൊ സീക്രട്ട് ഏജന്റ് സായി ആണെങ്കിലും അതിലാണെങ്കിലും ഞാനാണെങ്കിലും എല്ലാവരും ചെയ്യുന്നത് ഇതേ കാര്യങ്ങൾ തന്നെയാണ്. ഞങ്ങൾ ചെയ്യുമ്പോൾ അത് മറ്റൊരുത്തന്റെ ജീവിതത്തിൽ കയറി കളിക്കുന്നു. ഈ ഫേസ്ബുക്കിൽ ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ ഇടുന്നവന്മാരും ഈ പറയുന്ന വാർത്താ മാധ്യമങ്ങളും ഒന്നും ചെയ്യുന്നത് മറ്റുള്ളവന്റെ ജീവിതത്തിൽ കയറി കളിക്കുന്നതല്ലേ. ഞങ്ങളെല്ലാവരും അന്നും ഇന്നും ഒരേ ഒരു കാര്യമേ പറയുന്നുള്ളൂ, അവൾ ആരുടെ കൂടെ വേണമെങ്കിലും പൊക്കോട്ടെ, യാതൊരു കുഴപ്പമില്ല, അത് അവളുടെ സ്വാതന്ത്ര്യം. പക്ഷെ ഈ ഒരു ചെറുപ്പക്കാരനെ ഈ സൊസൈറ്റിയുടെ മുന്നിൽ കോമാളിയാക്കരുതായിരുന്നു.
അവൾ ലീഗലി ഡിവോഴ്സ് വാങ്ങിയാണ് പോയിരുന്നതെങ്കിൽ യാതൊരു പ്രശ്നമില്ലായിരുന്നു, ഞങ്ങൾ ആരും ഈ ഒരു ടോപ്പിക്ക് ചർച്ച ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ ഇവളെന്താ ചെയ്തത്? ആ ചെറുപ്പക്കാരനെ ഈ സൊസൈറ്റിയുടെ മുന്നിൽ ഒരു കോമാളിയാക്കി മാറ്റി. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അവളെ എടുത്ത് വെച്ചിട്ട് അലക്കിയത്. പിന്നെ നമ്മുടെ സാക്ഷര മലയാളിക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്, തന്തയില്ലായ്മ കാണിക്കുന്നവരെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക. അവളുടെ ഇൻസ്റ്റാഗ്രാമിലെ ഇപ്പോഴത്തെ ഫോളോവേഴ്സ് നല്ല രീതിക്ക് വർദ്ധിച്ചിട്ടുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അവൾ വല്ല സൽപ്രവൃത്തിയും ചെയ്തതിന്റെ പേരിലാണ്, ഒരുത്തനെ ഊമ്പിച്ചിട്ട് പോയതിന്റെ പേരിൽ ഈ പറയുന്ന അവക്ക് ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ കൂടി. കഷ്ടം തന്നെ. എന്തായാലും ഈ ഒരു വിഷയത്തിൽ പ്രതികരണമായിട്ട് നമ്മുടെ പ്രമുഖ ഇൻഫ്ലുവൻസർമാരെല്ലാം വന്നിട്ടുണ്ട്. ഓരോരുത്തരുടെ വീഡിയോ വീതം കാണാം. ഒളിച്ചോടി പോകുന്നു. അതിനെ തുടർന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ മൊത്തം അതിൻ്റെ വാർത്ത നിറയുന്നു. സ്വാഭാവികം, അത് നമ്മളെല്ലാവരും അറിയുന്നു. ഈ അറിഞ്ഞു കഴിഞ്ഞിട്ട് ചില യൂട്യൂബർമാർ അതിനെക്കുറിച്ച് ഒന്നാമത്തെ വീഡിയോ, രണ്ടാമത്തെ വീഡിയോ, മൂന്നാമത്തെ വീഡിയോ, നാലാമത്തെ വീഡിയോ എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു വിഷയത്തിനെക്കുറിച്ച് കണ്ടിന്യൂസ് ചർച്ചയാണ്. ഒരാളുടെ ഭാര്യ മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടി പോയതിന് എന്താണ് ചർച്ച ചെയ്യാനുള്ളതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ ഒരാൾക്കിപ്പോൾ മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് അവരുടെ ഇഷ്ടമാണ്. ഈ ഒളിച്ചോടിപ്പോയ വ്യക്തിയുടെ ഭർത്താവ് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പ്രതികരണമോ കാര്യങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല. കാരണം നടക്കാനുള്ളത് നടന്നു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇതേ ഒരു കാര്യം തന്നെ എനിക്ക് കുറേ പേര് അയച്ചു തരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് മിണ്ടണ്ടെന്ന് വിചാരിച്ചാണ്. ഞാൻ ഒന്നും മിണ്ടിയില്ല. കാരണം ഈ ഒരു സംഭവം ഇന്നലെ മൊത്തം ട്രെൻഡിങ് ആയിരുന്നു. ഈ സംഭവം ഒന്നുമേ മിണ്ടാൻ പോയില്ല. കാരണം ഇതിനകത്ത് ഒന്നും തന്നെ പറയാനില്ല. അതുകൊണ്ട് തന്നെ ഒന്നും തന്നെ മിണ്ടിയില്ല. പക്ഷേ ആൾക്കാർ കണ്ടിന്യൂസ് ആയിട്ട് ഇതെനിക്ക് അയച്ചു തരികയാണ്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് ചോദിക്കുകയാണ്. എന്തോ ഇതിൻ്റെ സത്യാവസ്ഥ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ഇതൊക്കെ എന്ത് പറയാനാണ്? ഇതിലും വലിയ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇവിടുത്തെ നിയമവ്യവസ്ഥയെ പോലും ചോദ്യം ചെയ്യേണ്ട രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കൊച്ചു ഇത് തന്നെയാണ് കാര്യം. ഞങ്ങൾ ആരും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചെയ്തില്ലെങ്കിൽ പോലും ഞങ്ങളെല്ലാം കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചുള്ള മെസ്സേജും കാര്യങ്ങളെല്ലാം അയച്ചു തന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്ന ധാരാളം ആളുകളുണ്ട്. എൻ്റെയൊക്കെ ഇൻസ്റ്റാഗ്രാം ഫീഡിൽ ഇതിനെക്കുറിച്ചുള്ള റീലുകളും മറ്റു കാര്യങ്ങളും എല്ലാം അയച്ചു തന്ന ധാരാളം ആളുകളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു ടോപ്പിക് എടുത്ത് വെച്ച് വീഡിയോ ചെയ്തത്. ഞാൻ ഈ ഒരു വിഷയം നമ്മുടെ യൂട്യൂബിലൊക്കെ സജീവമായിട്ട് ചർച്ച ചെയ്യുന്ന അന്ന് രാവിലെ 8 മണിക്ക് ഈ ഒരു കാര്യം അറിഞ്ഞതാണ്. ഞാൻ വീഡിയോ ചെയ്തില്ല. പലരും വീഡിയോ ചെയ്ത് തുടങ്ങിയപ്പോഴും ഞാനത് അവോയ്ഡ് ചെയ്ത് വിട്ടാണ്. പിന്നീട് എല്ലാവരും എടുത്ത് ചെയ്യാൻ തുടങ്ങി. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാനും ചെയ്തു. അതിന്റെ പേരിൽ എനിക്ക് വന്ന ചീത്ത ഒരു കയ്യും കണക്കുമില്ലാത്തതാണ്. എന്താണ് ഞങ്ങൾ ചെയ്ത തെറ്റ്? ഇത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ആരുമല്ല അവരുടെ വീട്ടിൽ ചെന്ന് ഒളിക്യാമറ വെച്ച് ഈ സംഭവം ഒന്ന് ഷൂട്ട് ചെയ്തുകൊണ്ട് വന്നത്. ഇത് ഓൾറെഡി നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ വന്ന് മറ്റ് പല ആളുകളും എടുത്തു വെച്ച് റിയാക്ട് ചെയ്ത ശേഷമാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു ടോപ്പിക് എടുത്തു വെച്ച് സംസാരിക്കുന്നത്. സോ ഓൾറെഡി പബ്ലിക് ഡൊമൈനിലുള്ള കാര്യത്തെക്കുറിച്ച് ഞങ്ങളുടെ അഭിപ്രായമാണ് ഞങ്ങൾ ഇവിടെ പങ്കുവച്ചിരിക്കുന്നത്. പിന്നെ ഈ 3ഉം 4ഉം വീഡിയോ ഇതിനെക്കുറിച്ച് തുടർച്ചയായിട്ട് ഇടുന്ന ആളുകളോട് എനിക്ക് ഒരു യോജിപ്പുമില്ല. ആ ഒരു കാര്യം ഞാൻ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് 3ഉം 4ഉം വീഡിയോ ചെയ്യുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണ്. കാരണം മറ്റൊന്നുമല്ല, നമുക്ക് ഈ ഒരു ടോപ്പിക്ക് 1-2 വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കാവുന്ന കോണ്ടന്റേ ഉള്ളൂ. പിന്നെ ഇതിന്റെ പിന്നാലെ ചകഞ്ഞു പെറുക്കി പോയി നമ്മൾ കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കുമ്പോഴാണ് നാട്ടുകാർ നമ്മളെ വിമർശിക്കുന്നത്. അത് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളൊന്നും മനസ്സിലാക്കണം. ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് 2 വീഡിയോസ് ചെയ്തുള്ളൂ. പിന്നെ ഇപ്പൊ ഇത്ര അധികം കോൺട്രവേഴ്സി ആയിട്ട് ഈ ഒരു വിഷയം മാറിയതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു വീഡിയോ ആയിട്ട് വരേണ്ടി വന്നത്. കാരണം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കുറെ അധികം ആളുകൾ കാണിച്ചു കൂട്ടുന്ന കുറച്ച് കൊള്ളരുതായ്മയുടെ പേരിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിമർശനം ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾക്കെതിരെ നാട്ടുകാർ ഉന്നയിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പല തെമ്മാടിത്തരവും കാണിച്ചു വെക്കുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ അല്ലേ ബോധറാവേണ്ടത്? ഒരാളുടെ ഭാര്യ ഒളിച്ചോടി പോയെന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് 4, 5, 6 വീഡിയോ ഒക്കെ ഇട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ? പിന്നെ വീഡിയോ ഇടുന്നവരെ ഞാൻ കുറ്റമൊന്നും പറയത്തില്ല. കാരണം നിങ്ങൾക്ക് ഇതുപോലത്തെ കണ്ടന്റുകൾ കാണാൻ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ആ വീഡിയോ ഇടുന്നത്. ആ വീഡിയോയൊക്കെ നല്ല റീച്ചും ഉണ്ട്, അവന്മാർക്ക് പൈസയും കിട്ടുന്നുണ്ട്. അവന്മാരെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം നിങ്ങൾക്ക് അതുപോലത്തെ കണ്ടന്റുകളാണ് ഇഷ്ടം. അതുകൊണ്ടാണ് അതുപോലത്തെ കണ്ടന്റുകൾ അവന്മാർ തരാൻ നിർബന്ധിതരാവുന്നത്. ഒരു സമയത്ത് ഞാനും ഇതുപോലത്തെ കണ്ടന്റുകൾ ഇടാൻ നിർബന്ധിതനായിട്ടുണ്ട്. കാരണം റീച്ച് വേണം. ഇങ്ങനത്തെ കണ്ടന്റ് ഇട്ടാലേ റീച്ച് കിട്ടുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. വേണവർ കണ്ടാൽ മതി. എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ബോധോദയം ഉണ്ടാകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ മാത്രം കണ്ടാൽ മതി. അല്ലെങ്കിൽ കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എൻ്റെ അഭിപ്രായം ചോദിച്ചവർക്ക് വേണ്ടി എനിക്ക് ഒരു അഭിപ്രായവുമില്ല. പോയവരുടെ ഇഷ്ടം. അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നവരുടെ ഇഷ്ടം. അല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. കുത്തിയിരുന്ന് ചർച്ച ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഒന്നുമില്ലാത്തൊരു കാര്യത്തിനെക്കുറിച്ച് വെറുതെ നമ്മൾ ചർച്ച ചെയ്ത് നമ്മുടെ സമയം കളയണം. ഒരാൾ കുത്തിയിരുന്ന് ചർച്ച ചെയ്യാണ്ട് ഒന്നുമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കാര്യമുണ്ട്. ഇവക്ക് വേണമെങ്കിൽ വല്ലവന്റെ കൂട്ടത്തിൽ പോകണമെങ്കിൽ ഡിവോഴ്സ് വാങ്ങിയിട്ട് പോകാമായിരുന്നു. ആ ഒരു വിഷയത്തെക്കുറിച്ച് ഇവിടെ ആരും പറയുന്നില്ല. ഈ ഒരു വിഷയത്തിനകത്ത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ, വിമർശിക്കുന്ന ആളുകൾ ഈ ഒരു കാര്യം എന്താണ് പറയാത്തത്? അതായത് ലീഗലി ഡിവോഴ്സ് വാങ്ങിയിട്ട് ഇവക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂട്ടത്തിൽ പോകുമായിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു ടോപ്പിക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം സജീവമായിട്ട് ചർച്ച ചെയ്യുമായിരുന്നു? ഇല്ലായിരുന്നല്ലോ. അത് ചർച്ച ചെയ്യാനുള്ള അവസരം ഒരുക്കിയത് അവളാണ്. അതുകൂടാതെ ഈ ഒരു ടോപ്പിക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് ആദ്യം കൊണ്ടിട്ടത് ആരാണോ ആ ആളുകളാണ്. സോ ഇങ്ങനെയൊക്കെ ഞങ്ങളെ അങ്ങ് വിമർശിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾ ഇതിന്റെ ബാക്ക് സൈഡും കൂടി ഒന്ന് ചകഞ്ഞു പോകണം.
അതായത് ഞങ്ങൾ ആരുമല്ല ഈ ഒരു സബ്ജക്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ടത്. ഇത് ഓൾറെഡി നമ്മുടെ പബ്ലിക് ഡൊമൈനിലേക്ക് ആരാണോ ആദ്യം കൊണ്ടുവന്നത് ആ ഒരു വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഈ അഖിൽ NRD എന്ന് പറയുന്ന വ്യക്തിയുടെ സമീപവാസികളിൽ നിന്ന് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഈ ഒരു കോണ്ടന്റ് വന്നത്. അതായത് നമ്മുടെ നാട്ടിലുള്ള ഒരു വിഭാഗം ആളുകൾക്ക് ഇത്തരത്തിലുള്ള കുൽസിത കാര്യങ്ങളെക്കുറിച്ച് അറിയാനാണ് താല്പര്യം. അത് അവിഹിതമാണേലും എന്താണേലും അതിനെക്കുറിച്ച് അറിയാനായി താല്പര്യമുള്ളൂ. മറ്റ് പല സബ്ജക്റ്റുകളും ഞങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് ഓടില്ല. കാരണം ഇങ്ങനെയുള്ള എരിവും പുളിയുള്ള സാധനങ്ങൾ മാത്രമേ അവർക്ക് കാണാണ്ട് താല്പര്യമുള്ളൂ. എന്തെല്ലാം വീഡിയോസ് ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊന്നും കാണാണ്ട് ആളില്ല. ഇമാതിരിയുള്ള മസാല കളറുന്ന ടോപ്പിക്കുകൾ കാണാണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് താല്പര്യം. അത് ഞങ്ങളുടെ തെറ്റാണോ ഈ കാണാൻ വന്നിരിക്കുന്ന ഓഡിയൻസിന്റെ തെറ്റാണോ എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. പലപ്പോഴും നല്ല നല്ല കണ്ടന്റുകൾ എടുത്തുകൊണ്ട് വന്നാലും ആരും കാണാനില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സബ്സ്ക്രിപ്ഷൻ പോലുള്ള കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്ന് ഞങ്ങൾ വീഡിയോ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുന്നത്. ഒളിച്ചോട്ടം അതാണ് ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു നാഷണൽ ഇഷ്യൂ ലെവലിലേക്ക് അത് ഉയരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കൊന്നും പ്രതികരിക്കാനോ ഞാൻ ഇന്നേവരെ അങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും ഒന്നുമില്ല. ഞാൻ ഈ സൈസ് എടുക്കുന്നതല്ല. ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ അയാളുടെ ഒരു കുടുംബത്ത് നടക്കുന്ന ഒരു പ്രശ്നം ചർച്ച ചെയ്യപ്പെടുക അല്ലെങ്കിൽ പുറത്ത് ചർച്ച ചെയ്യപ്പെടുക എന്ന് പറയുന്ന പോലൊരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരു കാമുകനും കാമുകിക്കും ഇടയിലുള്ള ഒരു പ്രശ്നമാണെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ചീറ്റിങ് നടന്നു, അപ്പോൾ വേണമെങ്കിൽ അവന് അത് അറിഞ്ഞു വിഷമിച്ചു, അത് ബ്രേക്കപ്പ് പറയാം. അവന് മാറി ഇരുന്ന് എത്ര ദിവസം വേണമെങ്കിലും ഇത് കരയാം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇതാകാം. പക്ഷേ ഒരു ഫാമിലി ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾ അയാളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കണം. കാരണം ഒരുപക്ഷെ അവിടെ ഒരാൾ മാത്രമല്ല ബാധിക്കുന്നത്, അവരുടെ ഫാമിലി ഉണ്ട്, ഒരുപാട് ജീവിതങ്ങൾ, ഒരുപാട് കുടുംബങ്ങൾ ബാധിക്കുന്നു. ചിലപ്പോൾ അവനൊന്ന് ഒറ്റയ്ക്കിരുന്നൊന്ന് വിഷമിക്കാൻ പോലുള്ള ഒരു ഫ്രീഡം ചിലപ്പോൾ കാണണമെന്നില്ല. അപ്പം നിങ്ങൾ ഒരാൾ പിന്നെ ഒരു കാര്യം ഉണ്ടോ ഈ ഒരു വിഷയത്തിനകത്ത് ഞാൻ പറയാണ്ട് വിട്ടുപോയത്, തുടക്കത്തിൽ നമ്മളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണിച്ചല്ലോ, ഒരു ഫേക്ക് സാധനം ഒരുത്തനെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അതേപോലെ എങ്ങനെ ഈ അഖിൽ NRD എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഉൾപ്പെടെയുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളെ വിമർശിച്ചുകൊണ്ട് വരുന്ന ഈ ഇൻഫ്ലുവൻസർമാർ ആ പെണ്ണിനെ വലിച്ചീറി പൊട്ടിച്ചാനെ ഇല്ല എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ? അങ്ങനെയൊന്നും സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് അവർക്കെതിരെ സംസാരിച്ചേനെ. അത്രേ ഉള്ളു സംഭവം. അന്നേരത്തേക്ക് നിങ്ങളുടെ എല്ലാവരും ഈ ഒരു മനോഭാവം മാറും. ചെയ്തൊരു ഒരു തെറ്റിന് അയാളുടെ ഇത് കാണിക്കുന്നു, CCTV വിഷ്വൽസ് കാണിക്കുന്നു, അതിനെ നിങ്ങളെ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്പ്രെഡ് ചെയ്യുന്നു. അയാൾക്ക് ചിലപ്പോൾ ഒരു ഫാമിലി, ഒരാൾ ചെയ്ത് തെറ്റാണെന്നല്ലോ ആലോചിക്കണം, അയാൾക്കൊരു ഫാമിലി ഉണ്ടാവും, അയാൾക്ക് ചിലപ്പോൾ കസിൻസോ അല്ലെങ്കിൽ സിസ്റ്റർ ബ്രദർ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഇവർക്കെല്ലാമാണ് നിങ്ങൾ വളരെ മോശമായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കി വെക്കുന്നത് സമൂഹത്തിന് മുമ്പിൽ ഒരാൾ ചെയ്തൊരു കാര്യത്തിന്. അപ്പോൾ ഇത് സമൂഹത്തിന് ഞങ്ങളുടെ ലക്ഷ്യം അതേ ഉള്ളൂ, അവളുടെ വീട്ടുകാരും അവളും മാക്സിമം നാറണം. അതിനുവേണ്ടി തന്നെയാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന പല ആളുകളും ഈ ഒരു ടോപ്പിക് എടുത്ത് വെച്ച് സംസാരിച്ചത്. കാരണം ഇനി ഇമാതിരി തെണ്ടുതരം കാണിക്കാണ്ട് ഒരുത്തിയും തന്നേടപ്പെടരുത്, അല്ലെങ്കിൽ ഒരുത്തനും തന്നേടം കാണിക്കരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബക്കാർ നാറും, ഇല്ലെങ്കിൽ നാറ്റിക്കും എന്നുള്ള ഉത്തമ ബോധ്യം എല്ലാവർക്കും വരണം. അതിനുവേണ്ടിട്ട് തന്നെയാണ് ഈ ഒരു ടോപ്പിക് എടുത്ത് വെച്ച് എല്ലാവരും കണ്ടന്റ് ആക്കിയത്. ഇനി ഇമാതിരി തോന്നിവാസങ്ങൾ ആര് കാണിച്ചാലും കണ്ടന്റ് ആക്കുക തന്നെയും. കാരണം ഞാൻ എന്തെങ്കിലും തോന്നിവാസം കാണിച്ചു കഴിഞ്ഞാൽ അത് എന്നെ മാത്രമേ ബാധിക്കുകയുള്ളൂ എന്നായിരുന്നു ഇത്രയും കാലം എല്ലാവരുടെയും ധാരണ. പക്ഷെ ഇപ്പൊ അതെല്ലാം മാറി, വീട്ടുകാരും കൂടി അറിയും, വീട്ടുകാരും നാറും. കാരണം വെച്ചാൽ ഇത് സോഷ്യൽ മീഡിയ യുഗമാണ്. ഇമാതിരിയുള്ള തെണ്ടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ എടുത്തു വെച്ച് അലക്കും. അവരുടെ കുടുംബക്കാരുൾപ്പെടെ ഈ കേരളത്തിൽ ഒന്നടങ്കം നാറും, നാറ്റിക്കും. കാരണം ഇമാതിരി തരവടികൾ കാണിച്ച് ഒരുത്തന്റെ ജീവിതം കളയുന്നതിനേക്കാൾ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. ദോഷമുള്ളതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണെങ്കിൽ ഓക്കെ, ഇത് ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യം. ഇത് എന്തിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? ഈ ഡിസ്കസ് ചെയ്യുന്ന ആർക്കെങ്കിലും ഇതിൻ്റെ ഒരു 100% അല്ലെങ്കിൽ പോട്ടെ ഒരു 90% കാര്യങ്ങൾ അറിയാവോ? ആർക്കും അറിയത്തില്ല. എനിക്ക് ഈ പറയുന്ന കണ്ടന്റ് ക്രിയേറ്ററെയോ അയാളുടെ വൈഫിനെയോ അല്ലെങ്കിൽ ഫാമിലിയോ ഒന്നും എനിക്ക് നേരിട്ട് അറിയില്ല. പേഴ്സണലി ഒരു സൗഹൃദം പോലും ഇല്ല. പണ്ടെപ്പോഴോ അദ്ദേഹം ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമ്മൾ അങ്ങോട്ട് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. അല്ലാതെ എനിക്ക് ഒരു രീതിയിലും ഒരു പരിചയമില്ല. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത് ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ, എനിക്ക് കമൻസിൽ ഒരുപാട് പേര് പറഞ്ഞു എന്നോട് ഇതൊന്ന് ഡിസ്കസ് ചെയ്യണമെന്ന്, ഇതിനൊരു വീഡിയോ ചെയ്യണമെന്ന്. ആരാണ് പറയുന്നവനെ വേണം ആദ്യം ഇടിക്കാൻ. കാരണം വേറൊരുത്തൻ്റെ ഫാമിലി നടക്കുന്ന വിവരങ്ങൾ ഒരാൾ വീഡിയോയിൽ കൂടി ഡിസ്കസ് ചെയ്യണമെന്ന് പറയണമെന്ന്. ഇത് ആർക്കാണ് ഇത് അറിയാൻ എത്ര താല്പര്യം? ഒരാളുടെ ഫാമിലി ലൈഫിൽ നടക്കുന്ന കാര്യം അറിയാൻ എത്ര താല്പര്യം എന്താണ്? ഓക്കെ, ഒരു സെലിബ്രിറ്റിയുടെ അല്ലെങ്കിൽ ആ രീതിയിൽ ഫെയിമായിട്ട് നിൽക്കുന്ന ഒരാളെ പറ്റിയിട്ട് നമുക്കറിയാനും അല്ലെങ്കിൽ അയാളുടെ വ്യക്തി ജീവിതത്തെ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ അറിയാൻ നമുക്ക് താല്പര്യം തോന്നാം. അത് നല്ല കാര്യം. ഇത് അയാൾക്കും വിഷമം,
പറയുന്ന ആളുകൾക്കും വിഷമം, കേൾക്കുന്നവർക്കും വിഷമമുള്ളൊരു കാര്യം നിങ്ങൾ എന്തിനാണ് ഇത്ര ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത്? ഞാൻ ഒരൊറ്റ കാര്യം മാത്രം പറയാം. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പല കാര്യങ്ങൾക്കും നമുക്ക് ശബ്ദം ഉയർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും ഒരുപാട് കാര്യങ്ങൾ ഉത്തരം കിട്ടാനും ഒക്കെ വേണ്ടി നമുക്ക് ശബ്ദം ഉയർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ആ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെച്യൂരിറ്റി വരുന്നത് എവിടെ സൈലൻ്റ് ആവണം എന്ന് തിരിച്ചറിയുന്നിടത്താണ്. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. ഈ പറയുന്ന മെച്യൂരിറ്റി താങ്കൾക്ക് എന്നാണ് കൈവന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം പലപ്പോഴും താങ്കളുടെ വീഡിയോസിനകത്ത് ഡബിൾ മീനിങ് യൂസ് ചെയ്തുകൊണ്ട് താങ്കളുടെ വീഡിയോ റീച്ച് ആക്കിയ ചരിത്രമുണ്ട്. ഇപ്പോഴും കിടപ്പുണ്ട് സാർ വീഡിയോസ് താങ്കളുടെ ഇൻസ്റ്റാഗ്രാം ഫീഡിൽ. അന്നൊന്നും ഈ പറയുന്ന മെച്യൂരിറ്റിയും കാര്യങ്ങളൊന്നും താങ്കൾക്ക് ഓർമ്മയില്ലായിരുന്നു. താങ്കളുടെയൊക്കെ ഓഡിയൻസിനകത്ത് ഏറ്റവും അധികം ഉള്ളത് കുട്ടികളാണ്. കാരണം താങ്കൾ വിടുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് കോമഡിയും എല്ലാം ഉള്ള ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ധാരാളം ഓഡിയൻസ് ആയിട്ട് താങ്കളുടെ ഇൻസ്റ്റാഗ്രാം ഫീഡിനകത്ത് വരാറുണ്ട്, താങ്കളുടെ വീഡിയോസ് കാണാറുണ്ട്, ലൈക്ക് ചെയ്യാറുണ്ട്, കമന്റ് ചെയ്യാറുണ്ട്. അവിടെ ഡബിൾ മീനിങ് കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയ റീച്ച് ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് താങ്കൾ. ആ താങ്കൾ മെച്യൂരിറ്റിയെ കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കില്ല. സോ ഗൈസ്, ഇത്രയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ.